പരസ്യം പരസ്യം നമ്മെ കബളിപ്പിച്ച് വാങ്ങിപ്പിക്കുന്നതാണ് ഈ പരസ്യത്തിന്റെ ശക്തി. വാങ്ങുമ്പോൾ തന്നെ 30% നഷ്ടത്തിൽ വാങ്ങുന്ന ഒരേ ഒരു വസ്തു സ്വർണ്ണമാണ്. അത് നമ്മെ സന്തോഷത്തോടെ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ പരസ്യമാണ്. അതെ, സ്വർണ്ണത്തെ സന്തോഷത്തോടെ വിൽപ്പിക്കുന്നതും ഈ പരസ്യമാണ്. 3 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും പറയുന്നത് ഒരു പരസ്യത്തിലാണ്. അത്രയും വലിയ കെട്ടിടത്തിലേക്ക് ഒരു കാർ പാർക്ക് ചെയ്യുവാൻ പോലും സ്ഥലമുണ്ടാകില്ല എന്നതായിരിക്കും വലിയ സത്യം. 3 മിനിറ്റുള്ള പരസ്യത്തിൽ അഭിനയിക്കുവാൻ നടനോ നടിക്കോ 3 കോടി രൂപ വരെ കൊടുക്കണം. അത് ആരുടെ തലയിൽ കൊണ്ടുവയ്ക്കണമെന്നത് ചിന്തിപ്പിക്കാതെ ഇരിക്കുന്നതും ഒരു പരസ്യമാണ്. ഈ കോളേജിൽ പഠിച്ചാൽ വിദേശത്ത് ജോലി ലഭിക്കും എന്നൊരു നടൻ പറയുന്നുണ്ട്. എത്ര പേർക്ക് ജോലി ലഭിച്ചു എന്ന് അയാളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും ചോദിക്കില്ല എന്ന ധൈര്യത്തിലല്ലേ ഈ പരസ്യം പോലും ഓടുന്നത്. ഈ മിക്സിക്ക് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞവരെ മിക്സി കേടായാൽ എവിടെ പോയി അന്വേഷിക്കും? ഇന്നലെ വരെ എണ്ണ ശരീരത്തിന് ദോഷം എന്ന് പറഞ്ഞവർ ഇന്ന് പൂരി കഴിച്ചാൽ കോർപ്പറേറ്റ് മീറ്റിംഗിൽ നന്നായി സംസാരിക്കുവാൻ പറ്റുമെന്ന് പറയുന്നതും ഈ പരസ്യമാണ്. ചിലർ പറയുന്നു ഈ എണ്ണയിൽ A to Z വൈറ്റമിൻ ഉണ്ടെന്ന്. ഇതും ഒരു പരസ്യമാണ്. അല്പം പോലും സ്വയചിന്തയില്ലാതെ ഇവർ നമ്മെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരനെ എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത് എന്ന് ദൈവവചനം പറയുന്നു. ഇങ്ങനെ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നതും ഒരു കണക്കിന് അന്യായം തന്നെയല്ലേ? ഇനിയെങ്കിലും നാം പരസ്യങ്ങൾ കണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കണം.